നമുക്ക് നല്ല പോത്തും കാല് വെച്ച് കുറച്ച് ഗോൾഡ് ഉണ്ടാക്കിയല്ല. യെസ്, AKA കൊളാജൻ, ദ ലിക്വിഡ് ഗോൾഡ്. അപ്പോൾ നല്ല പോത്തും കാലൊക്കെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇപ്പോഴത്തെ എൻ്റെ റൂട്ടീൻ ഇതാണ്. രാവിലെ എണീച്ചിട്ട് വെറും വയറ്റിലൊരു ഗ്ലാസ്. ഇത് കുറച്ച് പാടാണ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു 4 to 6 hours എടുക്കും. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ച് ആപ്പിൾ സൈഡ് വിനെഗർ സോൾട്ടും ഇട്ട് ഒരു 60 or 30 minutes സോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിളും സ്പൈസസൊക്കെ ഇടാം. വിനിഗർ ഇടണം. അതിട്ട് കഴിഞ്ഞാൽ അതിന്ന് കൊളാജൻ ഈസി ആയിട്ട് വരും. ഒരു 2 hour ഞാൻ കുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ അവസ്ഥ. അപ്പോൾ ബോൺ മാരെ കുറച്ചും കൂടെ വരാനായിട്ട് ഞാൻ അതിന് പുഷ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു 2 hours കുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബോൺസൊക്കെ എടുത്ത് മാറ്റി സ്ട്രെയിൻ ചെയ്തു. ഇതാ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തു. ഒന്നും കൂടെ ഒരു ഹൈ ഫ്ലെയിമിലൊരു 1/2 hour ഇട്ടു. അത് കഴിഞ്ഞ് ബോൺസ് മാരോ ഒക്കെ ഫുൾ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഇതാ ലാസ്റ്റ് ഇതാ കിട്ടിയത്. ഒരു ഓൾമോസ്റ്റ് 1/2 hour തണുക്കാൻ വെച്ചിട്ട് അത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അടുത്ത ദിവസം രാവിലെ എണീച്ച് അതിൽ നിന്ന് ആ ഫാറ്റൊക്കെ ഫുള്ളങ്ങ് സ്കൂപ്പ് ചെയ്ത് കളയണം. അതാണ് ബീഫ് ടാലോ. അത് കുക്കിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എൻഹാൻസ് ഫ്ലേവർ. അങ്ങനെ അത് ഫുള്ള് സ്കൂപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ജെല്ലി പോലെ ഇരിക്കുന്ന സംഭവമാണ് കൊളാജൻ. അങ്ങനെ ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അപ് ടു 1 month വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് അത് മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫാറ്റും എല്ലാം മിക്സാവും. സോ അതൊരു ഹൈ ഫാറ്റ് ഇതാവും. സോ അത് നമുക്ക് കൂടുതൽ ഫാറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ക്ലിയർ ബോൺ ബ്രോത്ത് വേണമെങ്കിൽ അത് മിക്സ് ചെയ്യാണ്ട് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്.